ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഉച്ചക്ക് ഞാൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതാ പഠിക്കാനുള്ള ആൾക്കാരൊക്കെ അതിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിന് കേട്ടോ. ചിക്കൻ വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടി നോക്കുന്നതാണ് കേട്ടോ. വേഗം എൻ്റെ സാധാരണ പോലെ തന്നെ എളുപ്പപ്പണി തക്കാളി ഉള്ളിയും കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക, എന്നിട്ട് കറിയാക്കി എടുക്കുക. അതാണ് കേട്ടോ എൻ്റെ എളുപ്പപ്പണി എന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഞാനിതാ ചിക്കൻ കറിക്കുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഓരോരുത്തർ ബുക്കും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. സംശയങ്ങളാണ്, ഭയങ്കര സംശയങ്ങളാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുക്കളയ്ക്ക് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുത്തി പഠിപ്പിക്കാനുള്ള നേരിട്ട് ഇല്ലേയും താനും. അങ്ങനെ ഇതാ ഓനക്കുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓൻ അപ്പുറത്തേക്ക് പറഞ്ഞയച്ചിരിക്കണം. എന്തായാലും ഞാൻ കറിയാക്കിയിട്ട് ഓൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങോട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ ചിക്കനൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചിക്കൻ കറിയിൽ ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റാണ്, അതിൽ നിന്നെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ച തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. എളുപ്പത്തിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല മൂത്ത് വന്നപ്പോൾ നമ്മളെ തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വേവിച്ചത് കുക്കറിലുള്ളതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം അത് ഓൾറെഡി വെന്തതാണല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അതിലേക്കുള്ള പൊടികളാണ് ഇടുന്നത്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയും ഇടുന്നു. അതൊക്കെ നല്ലോണം ഇളക്കി നമ്മളെ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. നല്ലോണം വെന്ത് വന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ടിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ഓഫാക്കിയാൽ നമ്മളെ കറി അവിടെ റെഡി ആയിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതുവരെ പെരങ്ങിയ പാത്രങ്ങളൊന്ന് വേഗം കഴുകി എടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡ് പാത്രമാവും കഴുകാൻ. അപ്പോൾ അതുകൊണ്ട് വേഗം പെരങ്ങിയത് അപ്പം അങ്ങോട്ട് വേഗം കഴുകി ഇത് അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കറിയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ഒരുത്തൻ ഇത് അവിടെ ഉപ്പച്ചീൻ്റെ വണ്ടി അവിടെ വന്ന ഒച്ച കേട്ടിട്ട് അപ്പോൾ വാതിൽ തുറന്ന് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഉപ്പച്ചിയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഫോൺ വിളിയിലാണ്. കുട്ടീനെ മൈൻഡാക്കാനൊന്നും നേരെ എല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.